നിലയിലേക്ക് ആ കുട്ടി വികസിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം അച്ഛന് നൽകിയ വിശദീകരണം, അച്ഛൻ കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിശന്ന് കരയാൻ തുടങ്ങിയപ്പോൾ അമ്മ വന്ന് എനിക്ക് പാല് തരികയാണ് ചെയ്തത്. അച്ഛൻ അടുത്തു നിന്ന് അമ്മയോട് എനിക്ക് പാൽ ഊട്ടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് കിട്ടിയത്. അപ്പം ജ്ഞാനത്തിൻ്റെ പാൽ, ജ്ഞാനാമൃതം, വേദാമൃതം അമ്മയിൽ നിന്ന്, ശക്തിസ്വരൂപിണിയായ ജഗദംബയിൽ നിന്നും നുകരാൻ ഭാഗ്യം സിദ്ധിച്ച മഹാത്മാവ് 3-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷമാക്കിയ അദ്ഭുത കൃത്യത്തോടു കൂടിയാണ് തമിഴകത്തെ ശൈവ സിദ്ധ പാരമ്പര്യം ആരംഭിക്കുന്നത്. ശൈവസിദ്ധരുടെ പരമ്പരയുടെ ആരംഭവും ആ വിധത്തിലാണ് അറിയപ്പെടുന്നത്. അതിന് മുൻപുണ്ടായിരിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ മഹാസമാധി പ്രാപിക്കുന്നതിന് മുൻപ് രചിച്ച ഈ 16,000-ഓളം രചനകളിൽ നിന്ന് ശേഷിക്കുന്നവയാണ് തിരുമുറൈ എന്ന കൃതിയിൽ, 3 ഭാഗങ്ങളുള്ള കൃതിയിൽ സമാഹരിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ തമിഴിലും പല ഭാഷകളിലുമായിട്ട് ലഭ്യമാണ്. പെരിയ പുരാണത്തിനകത്ത് ഉണ്ട്. ഈ 16 വയസ്സിന് മുൻപ് അദ്ദേഹം രചിച്ച ഈ രചനകളൊക്കെ തന്നെ സങ്കീർണമായ വൃത്തങ്ങൾ ഉപയോഗിച്ച് രചിക്കപ്പെട്ടവ കൂടിയാണ്. അപ്പം തികച്ചും ഒരു ദിവ്യമായിട്ടുള്ള അരുളപ്പാടിൻ്റെ മട്ടിൽ വാർന്നു വീണ് മനുഷ്യ കുലത്തിന് കൈവന്നതാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. തമിഴ്നാട്ടിലെ മിക്ക ശിവക്ഷേത്രത്തിലും തിരുജ്ഞാന സംബന്ധരുടെ രൂപം ഉണ്ട്. അത് പ്രതിഷ്ഠയായിട്ടോ കൊത്തിവെച്ച നിലയിലോ ഉണ്ടായിരിക്കും. കുട്ടിയായിരുന്നപ്പോഴാണല്ലോ അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചത്. ഈ നമ്മൾ നേരത്തെ കണ്ട മട്ടിൽ കൗമാരക്കാരനായ ഒരു കുട്ടി ആനന്ദ നൃത്തം ചെയ്യുന്ന മട്ടിൽ വലത് കൈയിലെ തള്ളവിരൽ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന രൂപമാണ് മിക്ക സ്ഥലത്തും പ്രതിഷ്ഠിച്ച് കാണപ്പെടുന്നത്. ആ ഗുരുനാഥൻ, ആ സ്വാമി ആണ് ശിഷ്യന് ഈ ഉപദേശം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗുരുനാഥനായ ഗ്രന്ഥകാരനായ വള്ളലാര് പറയും, പ്രിയപ്പെട്ടവരെ, ഇതിൽ യാതൊരു ശങ്കയും സംശയവും നിങ്ങൾക്കുണ്ടാകരുത്. സത്യവാക്കാണ്, പറയുന്നതെല്ലാം സത്യവാക്ക് മാത്രമാണ്. ചീകാടി നാട്ടിന് അധിപതിയും സദ്ഗുരുവുമായ തിരുജ്ഞാന സംബന്ധർ എന്ന മഹാത്മാവാണ് ഇത് അരുളി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൃപാ കടാക്ഷം കൊണ്ടാണ് എനിക്ക് ആ ഭാഗ്യമുണ്ടായത്. ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചത്. മുക്തനാക്കുക, എന്നെ മുക്തനാക്കുക, എല്ലാ കെട്ടുപാടുകളിലും നിന്ന്, എല്ലാ ബന്ധനങ്ങളിലും നിന്ന് നിത്യമുക്തനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നെ ഇത്രയും കാരുണ്യപൂർവ്വം അനുഗ്രഹിച്ചത്. അങ്ങനെ എനിക്ക് കൈവന്ന പരമമായ ആ ജ്ഞാനത്തെയാണ് ഒഴിവിലൊടുക്കം എന്ന ഗ്രന്ഥത്തിൽ ഞാൻ നിബന്ധിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം അത്രമാത്രം പവിത്രമാണ്, സത്യസന്ധമാണ്, അനുഭവനിഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ആനുഭൂതികമാണ്. അതിനെ മറ്റ് ഒരു വിധത്തിൽ നമുക്ക് ചിലപ്പോൾ പകരാൻ സാധിക്കണമെന്നില്ല. അത് അനുഭൂതിയിൽ കൂടെ തന്നെ കൈവരുന്നതാണല്ലോ. അനുഭൂതിയിൽ കൂടെ കൈവരുന്നതാണ് യഥാർത്ഥ ജ്ഞാനമെന്നാണ് വിവേകികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പരീക്ഷണത്തിലോ പാരായണത്തിലോ കൂടി ബുദ്ധിയിൽ നമുക്ക് ശേഖരിച്ചു വയ്ക്കാൻ പറ്റുന്നതിനും അതീതമായ അനുഭവജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അതാണ് ഉള്ളടക്കം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗൂഢതത്വോപദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുമ്പോൾ അതിൻ്റെ മൂല്യം അത്രമാത്രമുണ്ട് എന്ന് കരുതിക്കൊള്ളുക. അപ്പോൾ ബോധാനന്ദ സ്വാമികളുടെ ആറയൂർ ആശ്രമത്തിലെ ബോധാനന്ദ സ്വാമികളുടെ
ആഗ്രഹമനുസരിച്ചാണ് ശ്രീനാരായണ തീർത്ഥപാദർ ഈ പുസ്തകത്തെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. അതിൻ്റെ ആമുഖത്തിൽ അവർ പറയും, ഇത്രയും കഠിനമായ വേദാന്ത പൊരുൾ മലയാളത്തിലേക്ക് അവിദഗ്ധരായ ഞങ്ങളുടെ ഹസ്തങ്ങളാൽ മൊഴിമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഈ മലയാള നാട്ടിലും ഏതെങ്കിലും ജീവൻ അത് സ്വീകരിക്കാൻ തക്കവണ്ണം ഉള്ളതായി തീർന്നിരിക്കും എന്ന പ്രതീക്ഷയാണ് അത് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ അതാണ് ഒരു പരമ്പരയുടെ കാരുണ്യം നമ്മുടെ കാലത്തും നമുക്ക് മനസ്സിലാക്കാൻ, അനുഭവമാക്കാൻ പറ്റിയ തെളിവായിട്ട്, ഉദാഹരണമായിട്ട് കാണാവുന്നത്. അടുത്ത വെൺവായിൽ പറയും, താക്കറ്റ പൂരണത്തിൽ ശന്തറ്റ തമ്മൈ മലം നീക്കും തുയരകല നേശിത്തോർ പാർക്കും വഴിപലനാം പൈമറിത്തവാറു നീ മാള ഒഴിവിലൊടുക്കം ഉരൈപ്പോം. ഒഴിവിലൊടുക്കം എന്ന ഗ്രന്ഥം എങ്ങനെയാണ് അത്യന്തം നിഗൂഢമായ ഈ തത്വം വെളിവാക്കി തരുന്നത് എന്നാണ് ഇനി പറയുന്നത്. ഗ്രന്ഥങ്ങൾ പലതുണ്ട്. വിശിഷ്ടമായ പുസ്തകങ്ങൾക്ക് ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഒരു ലോപവുമില്ല. സുലഭമാണ്. വിശിഷ്ട ഗ്രന്ഥങ്ങൾ ഒക്കെ ധാരാളമുണ്ട്. പക്ഷേ ആ ഗ്രന്ഥങ്ങളിൽ പലതിലും പ്രതിപാദിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതി അവലംബിച്ചാണ് ഗുരുപദേശം ഇതിൽ ഞാൻ സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. അതെപ്രകാരമാണ് എന്ന് പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് ശിവം, ബ്രഹ്മമെന്നും വസ്തുവെന്നും ബോധമെന്നും മറ്റും നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന പരബ്രഹ്മത്തെ ശൈവ സിദ്ധാന്ത ഗ്രന്ഥങ്ങളിൽ ശിവം എന്നാണല്ലോ പറയുന്നത്. അത് എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്നും മറ്റ് ആളുകൾക്ക്, പ്രത്യേകിച്ച് ജീവാത്മാക്കൾക്ക് പ്രയോജനകരമായി ഭവിക്കുന്നത് എന്നും ഇതിനകത്ത് ആമുഖമായിട്ട് പറയുന്നുണ്ട്. സർവത്തിനോട് ചേർന്നിരുന്നാലും ശിവം ഒന്നിനോടും ചേരുന്നില്ല. സർവം ബ്രഹ്മമയം, പക്ഷേ ബ്രഹ്മം ഒന്നിലും ചേരുന്നില്ല, കലരുന്നില്ല. അതാണ് ബ്രഹ്മത്തിൻ്റെ അഥവാ ശിവത്തിൻ്റെ നിസ്സംഗഭാവം. ചേമ്പിലയിൽ വെള്ളം എന്ന മട്ടിൽ, ചേമ്പിലയിൽ വെള്ളം തങ്ങി നിൽക്കും നമുക്കറിയാം. പക്ഷേ ചേമ്പില ആ വെള്ളത്തിൻ്റെ സ്പർശം നമുക്ക് കാട്ടിത്തരുകയില്ല, പ്രത്യക്ഷമാക്കുകയില്ല. അപ്പോൾ അതിനെ വഹിക്കുകയാണെങ്കിലും അതിനെ താൻ ഉൾക്കൊള്ളുന്നില്ല, താൻ ഏറ്റെടുക്കുന്നില്ല, താൻ അതുമായി ലയിക്കുന്നില്ല, ചേരുന്നില്ല എന്ന മട്ടിലാണ് ചേമ്പില വർത്തിക്കുന്നത്. അതുപോലെയാണ് ശിവം, ബ്രഹ്മം നിലകൊള്ളുന്നത്. സർവവും അതിൽ ചേർന്നിരിക്കുന്നു, അതും സർവത്തോടും പറ്റി നിൽക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നിനോടും തന്നെ പറ്റുന്നില്ല, പറ്റിച്ചേരുന്നില്ല. ഈ നിലയിലേക്ക് ഒരു ജീവാത്മാവിന് ഉയരാൻ സാധിക്കും. അങ്ങനെ ഉയർന്ന് പരമപദത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിലും പരമാത്മാവിന് സമമായ നിസ്സംഗ നിലയിൽ എത്തിച്ചേർന്ന് വർത്തിക്കാൻ സാധിക്കുമെങ്കിലും അവിദ്യാവശകത കൊണ്ട്, അവിദ്യയ്ക്ക് വശകരമായി തീർന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെയും മറ്റും മനസ്സിലൂടെയും ഒക്കെയായിട്ട് അവിദ്യകൾ പലതിനോടും ബന്ധപ്പെടുകയോ സ്മരിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ജീവാത്മാവ് ലൗകികത്തിൽ സംസാര ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അതാണ് ചില സന്ദർഭങ്ങളിൽ, ചില നിമിഷങ്ങളിൽ മാത്രമാണ് ആ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഭഗവാന്റെ തിരുമുൻപിൽ പ്രാർത്ഥനാനിരതരായിരിക്കുമ്പോൾ അതുപോലുള്ള ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു അനുഭൂതി, ആ ഒരു ഭാവം, അനുഭവം കൈവരാം. പക്ഷെ അത് നിത്യനിരന്തരമായ അനുഭവമായിട്ട് നമ്മളെപ്പോലെയുള്ളവർക്ക് കിട്ടാറില്ല. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റവും ഒരു വേർപാടും വരാത്ത വണ്ണമാണ് പരബ്രഹ്മത്തിൻ്റെ പരമമായ സ്ഥിതി.
സ്ഥിതിയിലേക്ക് ജീവാത്മാവ് എത്തിച്ചേരാത്തത് അവിദ്യയ്ക്ക് വശപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ആണ് ജീവൻ അസ്വതന്ത്രതയോടുകൂടി ദുഃഖിക്കാനിടവരുന്നത്. വിഷയങ്ങളിൽ ചെന്ന് പറ്റുമ്പോൾ ആ വിഷയത്തിൻ്റേതായിട്ടുള്ള ഫലം അനുഭവിക്കേണ്ടിയും വരും. അത് പലതും അനുകൂലമായ ഫലമായിരിക്കുകയില്ല. ക്ലേശത്തിനും ദുഃഖത്തിനും വേദനയ്ക്കും ഒക്കെ കാരണമായിട്ടുള്ള അനുഭവ ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് എത്തേണ്ടിടത്ത് എത്താൻ പറ്റാത്ത ഒരവസ്ഥ വന്നു ചേരും. അങ്ങനെ ഉള്ള ദുഃഖം, ആ ദുഃഖവും പരിഹരിച്ച് യഥാർത്ഥമായ പരമമായ സുഖത്തിൽ, ആനന്ദത്തിൽ, ജ്ഞാനാനന്ദത്തിൽ അഭിരമിക്കാൻ, അതിൽ മുഴുകാൻ ആവശ്യമായ വഴി ഏത് എന്നന്വേഷിച്ചുണരുകയാവും പിന്നീട് ആ ജീവാത്മാവിൻ്റെ സ്ഥിതിവിശേഷം. പെട്ടുപോയി മുക്തി കൈവരുത്തുക എന്നുള്ളത് തന്നെയാണ് പരമലക്ഷ്യം. അതിന് ഏതാണ് ഉപായം, ഏത് ഗ്രന്ഥം ആണ് അതിന് വഴി തുറന്നു തരിക എന്ന് ആലോചിച്ച് ക്ലേശിക്കുകയാണ് സവിശേഷമായ ഉണർവ് ഉണ്ടായ ജീവാത്മാക്കൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യും? അതിനനുസരിച്ച് പല ഗ്രന്ഥങ്ങളും വായിച്ച് അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് ആ മാർഗം അവലംബിച്ച് സാധിക്കുമോ എന്ന് ആരാഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള അല്ലയോ മുമുക്ഷുക്കളെ, മോക്ഷകാംക്ഷികളായ മോക്ഷേച്ഛുക്കളായ സജ്ജനങ്ങളെ, നിങ്ങളോട് ഞാൻ ഉറപ്പായും പറഞ്ഞു തരുന്നു, അതിന് നിങ്ങളുടെ വിഷയബന്ധം എല്ലാം ദൂരീകരിച്ച് അകറ്റി കൃത്യമായും നിങ്ങളെ മോക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് ഒരു തടസ്സവുമില്ലാതെ, ഒരു ക്ലേശവും വരാതെ സഹായിക്കുന്നതാകുന്നു ഒഴിവിലൊടുക്കം എന്ന ഈ വിശിഷ്ട ഗ്രന്ഥം. കാരണം സത്യവാക്കാണ്, പരമഗുരുവിൻ്റെ അരുളപ്പാടാണ്, അനുഭവത്തെയാണ് അദ്ദേഹം വാക്കുകളിലൂടെ പകർന്നു തന്നിരിക്കുന്നത്. അനുഭവമാക്കിയാൽ അതാർക്കും ബോധ്യമാകുന്നതാണ്, സത്യമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സഞ്ചിക്കകത്ത് നമ്മൾ പല സാധനങ്ങളും സൂക്ഷിച്ചുകൊണ്ട് നടക്കും. സഞ്ചിക്കകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ, നമ്മുടെ താക്കോല്, നമ്മുടെ നാണയം, നമ്മുടെ സൂചി, നമ്മുടെ പനയോല, പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള പലതും നമ്മൾ സഞ്ചിക്കകത്ത് സൂക്ഷിച്ച് കൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സഞ്ചിക്കകത്തുള്ളത് എന്ന ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നൊന്നായിട്ട് എടുത്ത് കാണിക്കും. ഇതാ കണ്ടോ, എൻ്റെ വീടിൻ്റെ താക്കോലാണ്, വണ്ടി വഴിയാത്ത കൂലിക്ക് വേണ്ട നാണയമാണ്, എനിക്ക് വേണ്ട എഴുത്താണിയാണ്, പേനയാണ് എന്നൊക്കെ നമ്മൾ ഒന്നൊന്നായിട്ട് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. പല ഗ്രന്ഥങ്ങളും ഈ വിധത്തിലാണ് ഓരോ ജീവാത്മാവിനെയും സഹായിക്കുന്നത്. ഇന്നത് ഇന്ന മാർഗത്തിൽ കൂടെ ഇന്ന വിധത്തിൽ ഇത്ര ദൂരം ചെല്ലണം, അത് ഇത് എന്നിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് പല ഗ്രന്ഥങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഒഴിവിലൊടുക്കം എന്ന ഈ ഗ്രന്ഥം ആ മട്ടിലല്ല. അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളെ നമുക്ക് കാട്ടിത്തരുന്നത് സഞ്ചിയെ പെട്ടെന്ന് അകംപുറമാക്കി തട്ടിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തുറന്ന് മുഴുവൻ സാധനങ്ങളെയും നമ്മുടെ മുന്നിൽ പെട്ടെന്ന് തന്നെ ഒരു നിമിഷം കൊണ്ട് തന്നെ കാട്ടിത്തരുകയാണ് ചെയ്യുന്നത്, നമുക്ക് മുന്നിൽ വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഓരോന്നായിട്ട് എടുത്ത് അറിഞ്ഞ് സമയം ചെലവഴിച്ച് ക്ലേശിച്ച് എല്ലാം എന്താണ് എന്ന് തിട്ടം വരുത്തുന്ന മട്ടിലല്ല. ഒറ്റ നോട്ടം കൊണ്ട് എന്തൊക്കെയാണ് അകത്തുള്ളത് എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രതിപാദനം, ആവിഷ്കാരം ആണ് ഇതിനകത്ത് സാധിച്ചിട്ടുള്ളത്. സഞ്ചിയെ അകംപുറം എന്ന് പെട്ടെന്ന് അകംപുറം എന്നാക്കി മാറ്റി തട്ടിക്കാട്ടുക എന്ന രീതിയിലാണ്
പരമരഹസ്യങ്ങൾ, ജീവിതത്തെ സംബന്ധിച്ച പരമരഹസ്യം, ജീവിതത്തിനപ്പുറം ഉള്ളതിനെക്കുറിച്ചുള്ള രഹസ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ആ വിദ്യയാണ് ഈ ഗ്രന്ഥത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്, ഉണ്മയെന്ത്, നിലനിൽപ്പിൻ്റെ രഹസ്യം എന്താകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ശരീരം വെടിഞ്ഞാൽ പിന്നെ ദേഹിയുടെ അവസ്ഥ എന്ത് എന്നിങ്ങനെയുള്ള നമ്മുടെ മനസ്സിലെ നിത്യമായ ആശങ്കകൾ എല്ലാം ദൂരീകരിച്ച് ശാശ്വതമായി പരിഹരിച്ച് കൃത്യമായ സമാധാനം നൽകി ഉറച്ച ഒരു തലത്തിൽ നിലനിർത്തുന്ന, ഉറപ്പിച്ചു നിർത്തുന്ന വിദ്യയുടെ ഉള്ളടക്കമാണ് ഈ ഗ്രന്ഥത്തിൽ ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശിഷ്യ, സംശയത്തിൽ കുടുങ്ങി നശിച്ചു പോകാതെ വിഷമത്തിൽ നിന്നും മാറി സുഖരൂപിയായി ജീവിക്കുന്നതിന് വേണ്ട ഉപായങ്ങൾ ഈ ഗ്രന്ഥം വഴി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരികയാണ്. നീ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചാൽ മതി, അത് ഉൾക്കൊണ്ടാൽ മാത്രം മതിയാകും, അതേ ആവശ്യമായിട്ടുള്ളൂ എന്ന് ഉറപ്പു കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് അടുത്ത അധ്യായം ശിഷ്യജനതയുടെ പക്വ വൈവിധ്യം എന്നുള്ളതാണ്. ശിഷ്യന്മാർക്ക്, മുമുക്ഷുക്കൾക്ക് ഉള്ള പല നിലകൾ, അവർ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥകൾ, നിലവാരങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായ ഉപാധികൾ ഉപദേശിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഉത്തമ ശിഷ്യൻ എന്ന് വെച്ചാൽ തീവ്രതരനായ ശിഷ്യൻ, തീവ്രതരനായ മുമുക്ഷു. ആ മുമുക്ഷുവിനാണ് ഈ വിധത്തിലുള്ള പ്രതിപാദനം, ആ പ്രതിപാദനം നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഉന്നത ഗ്രന്ഥം പ്രയോജനീഭവിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഒഴിവിലൊടുക്കത്തിന് വലിയ പാരായണ സാധ്യത, സ്വീകാര്യക്ഷമത ഒരിക്കലും ഉണ്ടാവുകയില്ല. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം അന്വേഷിക്കാനും ഉപയോഗിക്കാനും പ്രേരകമായി നിലകൊള്ളുന്നതാണ് ഈ ഗ്രന്ഥം. 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അങ്ങനെയാണല്ലോ. ഭഗവത്ഗീത പോലെ ഒന്നും ഇതിന് പ്രസിദ്ധി വന്നിട്ടില്ലാത്തതിൻ്റെ കാരണം ഇതാണ് എന്നാണ് ഗുരുനാഥൻ വ്യക്തമാക്കുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു വൈശിഷ്ട്യം കൂടെ പറയുന്നുണ്ട്. ശ്രുതി, ഗുരുവാക്ക്, സ്വാനുഭവം മൂന്നും ശരിയൊത്ത ബോധമുനയിച്ചാർവൈ തെരിയ ഉരൈത്ത നൂൽ പേർ കേൾ ഒഴിവിൽ കൊടുക്കം വിരിത്ത നൂൽക്കെല്ലാം വിതൈ. എന്നുവെച്ചാൽ പശുപതി പാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ജ്ഞാനഗ്രന്ഥങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളതാണ് ഈ ഗ്രന്ഥം. മൂലബീജമാണ് ഈ ഗ്രന്ഥം. പശുപതി പാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശൈവ സിദ്ധാന്തത്തിൽ അങ്ങനെ പ്രതിപാദനമുണ്ടല്ലോ. അതിനെല്ലാം മൂലബീജം ആയിരിക്കുന്നു ഈ ഗ്രന്ഥം. ആത്മജ്ഞാനം ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ ഒത്തിണങ്ങിയിരിക്കണം. 3 ഘടകങ്ങളുടെ ഒത്തിരിപ്പ് കൊണ്ടാണ് ജീവൻ ആത്മജ്ഞാനം കൈവരുന്നത്. അതിൽ ഒന്നാമതായിട്ട് ശ്രുതി, വേദം, വേദസാരം, വേദാന്ത രഹസ്യം, തത്വം, പരമജ്ഞാനം, പരമ്പൊരുൾ, അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കുക. 2 ഗുരുവചനം, ഗുരുപദേശം, അനുഭവത്തിൽ നിന്ന്, അനുഭവബോധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന സത്യവാക്ക് കാരുണ്യമൂർത്തിയായ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കൈവരുന്നതാണ്. 3ാമതായിട്ട് സ്വാനുഭവം, അത് അനുഭവിക്കാൻ പറ്റണം, അനുഭവമാക്കി തീർത്തിട്ടുണ്ടാകും. അനുഭവിച്ചെങ്കിൽ മാത്രമേ അതിനെ നമ്മുടേതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവരുടെ അകത്ത് നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താണ്? അവരുടെയും ഇവരുടെയും അനുഭവങ്ങൾ അതിലും ഇതിലും നിന്ന് നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അറിവിൻ്റെ വളരെ താണപടി മാത്രമാണ്. യഥാർത്ഥമായ അനുഭവം ഉണ്ടായി കഴിഞ്ഞ ആളിൽ നിന്ന് കിട്ടുന്നതാണ് ശരിയായിരിക്കുന്ന ജ്ഞാനം. ഇത് 3 ഒത്തിണങ്ങി ഉണ്ടാകുന്നതാണ് ആത്മജ്ഞാനം. ആ ജ്ഞാനം മകനെ നിനക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ
ഗ്രന്ഥം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതു കാലത്തും ഏത് ദേശത്തും പിറവിയെടുക്കുന്ന പക്വമതിയായ, യോഗ്യനായ, അർഹനായ, അല്ലെങ്കിൽ യോഗ്യയായ, അർഹയായ, പക്വമതിയായ ഒരാത്മാവിനെ, ആ ആത്മാവിനെ ഉദ്ദേശിച്ച് രചിക്കപ്പെട്ടിരിക്കുന്നു ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന് ഒഴിവിലൊടുക്കം എന്നാണ് പേര്, പറഞ്ഞല്ലോ നേരത്തെ തന്നെ. അത് നൽകപ്പെട്ടതിൻ്റെ കാരണം കൂടി വ്യക്തമാക്കി തരാം. എന്തുകൊണ്ടാണ് ഒഴിവിലൊടുക്കം എന്ന് വ്യക്തമാക്കി തരാം. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, നാം നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന്, ലൗകിക ജീവിത വ്യാപാരങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരാളും ഒന്നുകൊണ്ടും ഒഴിഞ്ഞു പോകേണ്ടതില്ല, മാറി നിൽക്കേണ്ടതില്ല, അവസാനിപ്പിക്കേണ്ടതില്ല, ഉപേക്ഷിക്കേണ്ടതില്ല. നാം ഏറ്റിട്ടുള്ള കർമ്മം, നമ്മുടെ വ്യാപാരം ഏതുമായി കൊള്ളട്ടെ, അത് വൈദികമായിട്ടുള്ള കർമ്മമായിരിക്കാം, ദാസ്യവേലയായിരിക്കാം, ചിലപ്പോൾ ഹിംസാപരമായിട്ടുള്ള കർമ്മം കൂടി ആയിരിക്കാം. ഏതൊന്നാണോ നാം ഏറ്റിട്ടുള്ളത്, നാം ഏറ്റെടുത്തിട്ടുള്ളത്, അതിൽ നിന്നും ഒരാളും ഒഴിഞ്ഞു മാറേണ്ടതില്ല. ഭഗവാനും ഗീതയിലും അങ്ങനെയാണല്ലോ പറയുന്നത്. കർമ്മത്തിൽ നിന്ന്, സ്വന്തം കർമ്മത്തിൽ നിന്നും മാറരുത്, സ്വധർമാനുഷ്ഠാനത്തിൽ നിന്ന് വ്യതിചലിക്കരുത്, അല്ലേ? സ്വധർമ്മം ആണെങ്കിൽ നിധനവും ശ്രേയസ്കരമാണ് എന്നാണല്ലോ ഗീതാകാരൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കർമ്മം, നാം ഏറ്റെടുത്തിരിക്കുന്ന കർമ്മം, ജീവിത വ്യാപാരം ഏതു തന്നെ ആയിക്കൊള്ളട്ടെ, അത് തന്നെ നിങ്ങൾക്ക് തുടരാം. അതിനകത്ത് ഒരു യോഗ്യതയുടെ തരതമ ഭേദവും കാണേണ്ടതില്ല. ഈ തത്വമാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, ഒരു ജോലിയും മോശമല്ല എന്ന്. നമ്മൾ പറയാറില്ലേ, കൂലിപ്പണിയാണെങ്കിലും ദാസ്യവേലയാണെങ്കിലും രാഷ്ട്രപതിയെ പോലെയൊക്കെയുള്ള പരമ ഉന്നതമായ സർവ സൗകര്യങ്ങളും ആശീർവദിക്കുന്ന രാവണമാണെങ്കിലും ഒന്നും മോശമല്ല, അധമമല്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ തത്വം ഇതാണ്. ഏത് കർമ്മത്തിൽ നിങ്ങൾ വ്യാപാരിച്ചാലും അത് ഹിംസാത്മകമായിട്ടുള്ള, അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ മഹാഭാരതത്തിലും മറ്റും പറയുന്നുണ്ട്. ഇറച്ചി വെട്ടുകാരൻ്റെ അനുഭവമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മീൻ പിടിക്കുന്നു, മീനിൻ്റെ ജീവൻ വേർപെടുത്തി അതിനെ വ്യാപാരം ചെയ്യുന്നു, ഉപജീവനം നടത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ഈ ലോകത്ത് വേണം. പക്ഷേ അതൊക്കെ ചെയ്തു കൊള്ളുക, ചെയ്യുമ്പോഴും ഒറ്റ കാര്യം പ്രധാനമായിട്ട് അതിലടങ്ങിയിരിക്കണം, അന്തർഭവിച്ചിരിക്കണം. ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല, ഇതിൽ നിന്ന് എനിക്ക് യാതൊന്നും തന്നെ വേണ്ടതില്ല എന്ന മട്ടിൽ അതിൻ്റെ കർത്തൃത്വ ഭോക്തൃത്വ ഭാഗങ്ങളെ നിശേഷം വെടിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ആവശ്യമനുസരിച്ച് അവരുടെ ആവശ്യം നിറവേറ്റുന്നതിനുള്ള കാരണമായിട്ട്, ഉപകരണമായിട്ട് ഞാൻ മാറുന്നു എന്നല്ലാതെ ഇത് ഭക്ഷിക്കാൻ ആവശ്യപ്പെടുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഉപകരണമായിട്ട് ഞാൻ എൻ്റെ ശരീരം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ ഞാനായിട്ട് കൊല്ലുന്നില്ല, എനിക്കായിട്ട് കൊല്ലുന്നില്ല എന്ന ബോധത്തോടെ, തിരിച്ചറിവോടുകൂടി, വിവേകത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഏത് കർമ്മവും ചെയ്യാം, ഏതൊരാൾക്കും ചെയ്യാം. അങ്ങനെ ചെയ്യപ്പെടുന്ന ഒരു കർമ്മത്തിലും തരം, തമം, താണത്, ഉയർന്നത് എന്നുള്ള ഭേദം, വ്യത്യാസം ഇല്ല. അപ്പം ഏത് വൃത്തിയിലും ഉറച്ചു നിന്നുകൊണ്ട് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി, നീതിജ്ഞതയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ അത് വളരെ പ്രധാനമാണ് എന്നാണ് പറയുന്നത്. നീതിപൂർവകമായിരിക്കണം ഏത് കർമ്മവും അനുഷ്ഠിക്കേണ്ടത്. കാരണം കർമ്മത്തിന് അനുഷ്ഠാനം എന്ന് പറയുന്നത് കൊണ്ടാണ്, കർമാനുഷ്ഠാനം എന്ന് പറയുന്നത് 100% നീതിയോടുകൂടി, നീതിജ്ഞതയോടുകൂടി ചെയ്യണം. അതിലേതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും അംശം ചോർന്നു പോകുമ്പോഴാണ് കൃത്യവിലോപം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്
നമ്മൾ ചുറ്റിലും നമ്മുടെ സമൂഹത്തിൽ ഈ ദോഷങ്ങളും കുഴപ്പങ്ങളും ഒക്കെ കാണുന്നത്. ഏറ്റവും മുകളിലിരിക്കുന്ന ആളുകൾ, എല്ലാവരും മാതൃകയാക്കുന്ന ഉന്നത സ്ഥാനീയരുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യത്തിൽ 100% എന്നത് അല്പാൽപ്പം കുറഞ്ഞു വരുന്നത് കൊണ്ട് മറ്റുള്ളവർ അത് മാതൃകയാക്കി അവരും ആ മാർഗം സ്വീകരിക്കുമ്പോൾ മൊത്തത്തിൽ സമൂഹത്തിൽ കൃത്യവിലോപം ഉണ്ടാവുകയും ദോഷങ്ങൾ അധികരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഗതി മാറിപ്പോകുന്നു, ഭാവി തലമുറ വഴിതെറ്റിപ്പോകുന്നു, പ്രത്യാശ നശിച്ചു പോകുന്നു എന്നൊക്കെയുള്ള വിലാപം, പരാതി, പരിഭവം ഒക്കെ കേൾക്കാൻ ഇടവരുന്നത്. അത് പാടില്ല. ചെയ്യുന്നത് സത്യസന്ധതയോടുകൂടി നീതിജ്ഞതയോടുകൂടി തന്നെ ചെയ്യണം. അങ്ങനെ തികഞ്ഞ ആത്മാർത്ഥതയിൽ, സത്യസന്ധതയിൽ, നീതിജ്ഞതയിൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ, ഒഴിഞ്ഞു മാറാതെ തന്നെ ഒരാളിന് ആത്മജ്ഞാനം സമ്പാദിക്കാൻ പറ്റും. അതാണ് ഈ ഗ്രന്ഥം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉപദേശം. സന്യാസമാണ് ആത്മജ്ഞാനത്തിൻ്റെ ഏറ്റവും ശരിയായ പന്ഥാവ് എന്ന് ഭാരതീയ ദർശനം ഒരിടത്തും നിർബന്ധം പിടിക്കുന്നതായിട്ട് നാം കാണുകയില്ല. അവനവൻ്റെ കർമ്മം ചെയ്തുകൊണ്ട് ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പുരോഗമിക്കുക മാത്രമാണ് ആവശ്യം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന മട്ടിലാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ സർവസംഘ പരിത്യാഗം എന്നത് ബാഹ്യമായി പ്രകടമാക്കേണ്ട, പ്രദർശിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. സന്യാസത്തിന് അകം പുറം എന്നിങ്ങനെ 2 ലക്ഷണം, അകം ദീക്ഷ പുറം ദീക്ഷ എന്നിങ്ങനെ 2 ലക്ഷണം ഉണ്ടെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കും. അപ്പം അതുകൊണ്ടാണ് പുറം ലക്ഷണത്തിൽ, പുറം ദീക്ഷയിൽ വരുന്നതാണ് സ്വാമി ധരിച്ചിരിക്കുന്നത് പോലെയുള്ള കാഷായ വസ്ത്രധാരണം, ശിരോമുണ്ടനം, ഏറ്റവും ലളിതമായ പരിമിതമായ ജീവിത ആവശ്യങ്ങൾ, ജീവൻ നിലനിർത്താൻ വേണ്ടി, ശരീരവും ജീവനും രണ്ടായി പോകാതിരിക്കാൻ വേണ്ടി ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായ ശുദ്ധമായ ഭക്ഷണം, ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വസ്ത്രധാരണം, അത് തന്നെ ഒരു പകിട്ടും ഒരു പ്രലോഭനവും മറ്റവരിൽ കാണുന്നവരിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിരക്തിയുടെ വർണ്ണമായ, ജ്ഞാനത്തിൻ്റെ വിവേകവർണ്ണമായ കാഷായം, കാവി വസ്ത്രം കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ളതൊക്കെ പുറം ലക്ഷണങ്ങളിൽ, പുറം ദീക്ഷയിൽ വരുന്നതാണ്. എന്നാൽ ഇതുണ്ട് എന്ന് വെച്ചിട്ട് അകം ദീക്ഷ ഉണ്ടാകുമോ? നിർബന്ധമില്ല. ആ വേഷവും ആ പദവിയും ആ പകിട്ടും ഒക്കെ അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ കൊടും കാടായിരിക്കാം. അവരുടെ മനസ്സിൽ ലൗകികരെക്കാൾ വലിയ ആസക്തികൾ മുറ്റി നിൽക്കുന്നുമുണ്ടാകാം. അങ്ങനെയുള്ളവരെ കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നാണ് നേരത്തെ ആവർത്തിച്ച് ഗുരുനാഥൻ പറഞ്ഞത്. വ്യാജഗുരുക്കന്മാർ എന്ന്. അവരുടെ പിന്നാലെ പോകരുത്, അവരെ ആശ്രയിക്കരുത്, അവരെ വിശ്വസിക്കരുത്, അനുസരിക്കരുത്. അപ്പോൾ ജ്ഞാനിയുടെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ ജ്ഞാനമാണ് ജ്ഞാനിയുടെ ലക്ഷണം. ജ്ഞാനം എങ്ങനെ നമുക്ക് അനുഭവപ്പെടും എന്ന് ചോദിച്ചാൽ നമുക്ക് ലളിതമായിട്ടൊരു വാക്കിൽ സ്നേഹമായിട്ട് അനുഭവപ്പെടും എന്നൊക്കെ പറയാം. പക്ഷേ അതെങ്ങനെ എന്ന് ഉള്ളത് ആ ആളിൻ്റെ ആവിഷ്കാരത്തിലൂടെ, സമഭാവനയിലൂടെ, മറ്റൊരാളിൻ്റെ വേദനയെ സ്വന്തം വേദന പോലെ ഉൾക്കൊള്ളുന്നതിലൂടെ ഒക്കെ അനുഭവം നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ഗുരുവിനെ അന്വേഷിക്കണം, കിട്ടണം, കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നും പരമജ്ഞാനം കൈവരുന്നത് വരെ ക്ഷമാപൂർവം കാത്തു നിൽക്കണം, ഗുരു സേവയിലേർപ്പെടണം, ഉപചരിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവനവൻ്റെ കർമ്മത്തിൽ നിന്ന് ഒരാളും തന്നെ വിട്ടുപോകേണ്ടതില്ല, വഴുതിപ്പോകേണ്ടതില്ല, മാറിപ്പോകേണ്ടതില്ല.
അപ്പോൾ അവനവൻ്റെ കർമ്മത്തിൽ നിന്ന്, ലൗകിക ജീവിതത്തിൽ നിന്ന് ഒഴിയാതെ, ഒഴിഞ്ഞു മാറാതെ, ഉപേക്ഷിക്കാതെ, വിട്ടുപോകാതെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട്, എന്നാൽ മനസ്സിനെ അതിലൊന്നും പറ്റിച്ചേരാൻ അനുവദിക്കാതെ അടർത്തി മാറ്റിക്കൊണ്ട്, വിടർത്തിയെടുത്തുകൊണ്ട്, കാണുന്നതിലും കേൾക്കുന്നതിലും നുണയുന്നതിലും നുകരുന്നതിലും ഓർക്കുന്നതിലും ഒക്കെ കിട്ടുന്ന രസം, ആ രസത്തെ ഏറ്റെടുക്കാൻ മനസ്സിനെ വിട്ടുകൊടുക്കാതെ. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഒരിടത്ത് ഇരുന്നാൽ മതി. ഏറ്റവും വലിയ ക്രൂരത നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യാം. ഏറ്റവും വലിയ വിഷയസുഖം അനുഭവിക്കാനും പറ്റും. വേറെ ഒരു ശരീരമോ വേറെ ഒരു സാന്നിധ്യമോ കൂടാതെ തന്നെ ഇതെല്ലാം നമുക്ക് മനസ്സുകൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പാപം എന്നത് അതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വഴുതി പോകാതെ, വീണു പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്തി ഉറപ്പിച്ചിട്ട് ആ മനസ്സിനെ അങ്ങനെ പോകുന്നതിൽ നിന്ന് ഒരിക്കലും പോകാത്ത വണ്ണം വിടർത്തണം, അടർത്തി മാറ്റണം, അറുത്തു മാറ്റണം. മനപ്പറ്റ് എന്നാണ് അതിന് പറയുന്നത്. മനസ്സിൻ്റെ ഈ പറ്റിച്ചേരൽ അതില്ലാതാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഏത് ജോലിയും ചെയ്യാം, നീതിയോടെ ചെയ്യാം, ഇഷ്ടത്തോടെ ചെയ്യാം, ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ വിദ്യ ഉപദേശിക്കുന്നതായതുകൊണ്ടാണ് ഒഴിവിലൊടുക്കം, ഒഴിയാതെ ഒടുങ്ങൽ, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരൽ, ലൗകിക ജീവിതം ഒടുങ്ങിക്കിട്ടൽ. എങ്ങനെ? ഈ ലോക ജീവിതത്തിൽ നിന്ന്, ലോകഭോഗങ്ങളിൽ നിന്ന് ഒഴിയാതെ. ഇത് തന്നെയാണ് ഭഗവാനും പറയുന്നത്. കർത്തൃത്വം ഭോക്തൃത്വം പാടില്ല, സാക്ഷിഭാവത്തിൽ, സാക്ഷി രൂപേണ എന്ന് പറയുന്നതും ഈ തത്വം തന്നെയാണ്. ആ വിധത്തിൽ വേണം കർമ്മരംഗത്ത് നമ്മൾ വ്യാപരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാനാപമാനങ്ങളെക്കുറിച്ചോ ലാഭനഷ്ടങ്ങളെക്കുറിച്ചോ പിന്നെ നിന്ദയെന്നോ നിരാകരണമെന്നോ ഒക്കെയുള്ള പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ എന്തിലും തുല്യ നിലയിൽ, സുഖമായ നിലയിൽ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നതാണ്. ആ നിലയിലേക്ക് ജീവനെ കൊണ്ടെത്തിക്കുന്ന, ജീവാത്മാവിനെ കൊണ്ടെത്തിക്കുന്ന അദ്വൈത ബോധന ഗ്രന്ഥങ്ങളിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്നതാണ്, ഒന്നാം സ്ഥാനം വഹിക്കുന്നതാണ് ഒഴിവിലൊടുക്കം. ഇതിൽ നീ സംശയിക്കരുതേ എന്നാണ് ശിഷ്യനോട് ഗുരുവിൻ്റെ ആവർത്തിച്ചുള്ള അപേക്ഷ അഥവാ ഉപദേശം അഥവാ നിർദ്ദേശം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ശാസ്ത്രം. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വഴികളിൽ കൂടെ പോകുന്നതാണല്ലോ സഞ്ചിക്കകത്ത് ഓരോന്നോരോന്നായിട്ട് എണ്ണിപ്പിറക്കി കാണിക്കുന്നത് പറ്റുമായിട്ടുള്ള കാര്യം. അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലോകത്തിൽ നമ്മളെ പലതിലായിട്ട് കുടുക്കിയിടുന്ന വലകളുണ്ട്. പല വലകളിൽ കുടുങ്ങിയാണല്ലോ നമ്മൾ കണ്ടിട്ടില്ലേ, ജലന്തിയും ഈച്ചയും ഒക്കെ വലയിൽ പെട്ടു പോയാൽ പുറത്ത് കിടക്കാൻ പാടുപെടും. വല പൊട്ടിച്ച് പുറത്ത് കിടക്കാൻ അതിന് ശേഷിയില്ല, അതിൻ്റെ പുറത്ത് വരാൻ അതിന് സാധിക്കുകയില്ല. പക്ഷെ അത് കഠിനമായിട്ട് ശ്രമിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തി വിജയിക്കാതെ പോകുന്ന രീതി നമ്മൾ കാണാറുണ്ട്. അതുപോലെയാണ് പല ജീവനുകളും ഈ ലോകത്ത് പല പരീക്ഷണങ്ങളിലും അന്വേഷണങ്ങളിലും ഏർപ്പെട്ട് ക്ലേശം അനുഭവിക്കുന്നത്. അന്നത്തെ കാലത്ത് പ്രബലമായിരുന്ന ചില പ്രയോഗങ്ങൾ, ചില മേഖലകൾ, ചില വിദ്യകൾ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തന്ത്രകലൈ, മന്ത്രകലൈ, ചാർപ്പഴുത്ത ചാറ്റുമതു, മന്ത്രചൈര്യാദി മാർഗമിതു മുന്തൈ തപതി വിരക്തിയിരൈ ചാർപ്പഴിയ ചാറ്റും ഉപദേശമെന്നേ ഉണർ. ആത്മാവിനെ മലത്തോട് ബന്ധിച്ചു കൊടുക്കുന്ന കലകളായിട്ടാണ് മന്ത്രകല, തന്ത്രകല എന്നിവയെക്കുറിച്ച് ഇവിടെ പറയുന്നു. ആ കാലത്ത് അത് പ്രബലമായിരുന്നിരിക്കണം. മന്ത്രത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും ഒക്കെ പിന്നാലെ പോയി വലിയ പദവി ഉള്ളവരാണ് എന്ന് ഭാവിച്ച് മറ്റുള്ളവരുടെ അംഗീകാരം നേടി
വലിയ ആദായമൊക്കെ കിട്ടുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ അന്നും ഉണ്ടായിരുന്നിരിക്കും. ഇന്ന് കലകൾ പലതായിട്ട് വന്നിരിക്കുന്നു, പല ലോകങ്ങളായിട്ട് മേഖലകളായിട്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ആ രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിത വ്യാപാരങ്ങളിൽ ഏറ്റവും ലാഭം കിട്ടുന്നത്, കീർത്തി കിട്ടുന്നത്, അധികാരം കൈവരുന്നത്, വലിയ പദവിയാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നതൊക്കെ ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ പേരെടുക്കാനും ആധിപത്യം കൈവരിക്കാനും വേണ്ടിയിട്ട് ആളുകൾ പെടുന്ന പാട് നമുക്കറിയാമല്ലോ. ഇനി അധ്യാത്മവിദ്യയുടെ മണ്ഡലത്തിൽ തന്നെ നോക്കിയാൽ ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് എന്ന് വിശ്വസിപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ നോക്കിയാൽ മന്ത്രവാദം, പൂജാതി കർമ്മങ്ങൾ, യാഗങ്ങൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയിട്ടുള്ള ധാരാളം ഏർപ്പാടുകൾ ഇപ്പോൾ ഉണ്ടല്ലോ, അല്ലേ? ഇപ്പോൾ അത് യന്ത്ര സാങ്കേതിക ശാസ്ത്ര വികാസം വന്നിരിക്കുന്ന ഘട്ടത്തിൽ നേരിട്ട് പ്രത്യക്ഷമായിട്ടല്ലാതെ പോലും നമുക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങളും ഉപായങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്യില്ലേ? ഓൺലൈനായിട്ട് മന്ത്രം ഉപദേശിച്ച് തരിക, ഓൺലൈനിൽ കൂടി തന്നെ നമ്മുടെ പരിഹാരം നിർദ്ദേശിച്ച് തരിക, പോസ്റ്റലായിട്ട് അയച്ച് കിട്ടുന്ന യന്ത്രമോ തകിടോ ധരിക്കുക, കാര്യം സുഖം. അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമാണ്, ഇല്ലേ? അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഗുരുനാഥൻ അത് പറയാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ പറയുമായിരുന്നു. അപ്പോൾ ഈ മട്ടിൽ ഓരോ രംഗത്തും പേരെടുത്ത് അതിൽ കൂടി ലാഭം, ആദായം ഉണ്ടാക്കുന്നതിന് വേണ്ടി തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ, വ്യക്തികൾ, സംഘങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ചര്യാദി മാർഗം. ചര്യകളുടെ ബഹുവിധ മാർഗം, പല പല മാർഗങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. ആ മാർഗം അതനുഷ്ഠിക്കുക, ഇതനുഷ്ഠിക്കുക, ഓരോ ദിവസം ഓരോ ക്ഷേത്രത്തിൽ പോവുക, ഓരോ ദിവസം ഓരോ മന്ത്രം ജപിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പാക്കനാരുടെ ഉപദേശം നമുക്കറിയാമല്ലോ. അഗ്നിഹോത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാത്തുനിന്നു, ഒരുപാട് നേരം കഴിഞ്ഞിട്ടും കാണുന്നില്ല. അപ്പോൾ ഓരോ മന്ത്രവും ഓരോ ഉപാസനയും ഒക്കെ തീർത്ത് വരാൻ സമയമെടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പാക്കനാരെന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് ഓരോ കൊച്ചു കൊച്ചു കുഴി കുത്താൻ തുടങ്ങി. കുഴികൾ ധാരാളം, മുറ്റം മുഴുക്കെ. ചേട്ടൻ ഇറങ്ങി വന്നപ്പോൾ മുറ്റം മുഴുക്കെ കൊച്ചു കൊച്ചു കുഴികൾ. ഇതെന്താ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്? മുറ്റമൊക്കെ വൃത്തികേടാക്കിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത മറുപടി എന്താണ്? അല്ല, ഒറ്റ കുഴിയായിട്ട് മുഴുവൻ കൂടെ ഒറ്റ സ്ഥലത്ത് കുഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വെള്ളം കിട്ടുമായിരുന്നു. പലയിടത്തായതുകൊണ്ട് വെള്ളം കണ്ടതുമില്ല, മുറ്റമൊക്കെ വൃത്തികേടാവുകയും ചെയ്തു. അദ്ദേഹത്തിന് മനസ്സിലായി, ഒറ്റ മന്ത്രത്തിൽ ഒറ്റ മൂർത്തിയിൽ കേന്ദ്രീകരിച്ച് വിശ്വസിച്ച് സമർപ്പിച്ച് അനുഷ്ഠിച്ചിരുന്നെങ്കിൽ എന്നെ പല കിട്ടിപ്പോയേനെ എന്ന ഉപദേശമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ പലതിൻ്റെ പിന്നാലെയുള്ള ഈ പാച്ചിൽ, പരക്കം പാച്ചിലാണ് ശൈഥില്യ കാരണം. അതാണ് ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ വികേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അങ്ങനെയുള്ള ചര്യകളിൽ, ആ മാർഗങ്ങളിലേക്ക് വഴുതി പോകാതെ മോക്ഷചിന്തയോടുകൂടി പായുന്ന ജീവൻ, മോക്ഷം കൈവരിക്കണം എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു ആശയമില്ലാതെ, വേറെ ലക്ഷ്യബോധമൊന്നുമില്ലാതെ പായുന്ന ജീവൻ, അതാണ് തീവ്രപക്വൻ്റെ സ്വഭാവം. പക്വത ഏറ്റവും തീവ്രമായിരിക്കുന്ന ജീവൻ്റെ ലക്ഷണമാണ്. അതെങ്ങനെ കിട്ടും? ഒരു ജന്മം കൊണ്ടൊന്നും കൈവരുന്നതല്ല. എത്രയോ ജന്മങ്ങളിലൂടെ. സത്യസായി ബാബയുടെ ഒരു ഉദാഹരണമുണ്ടല്ലോ. കൂടം കൊണ്ട് പാറയിൽ അടിച്ചു, ഒറ്റയടിക്ക് അത് രണ്ടായി പിളർക്കപ്പെട്ടു. നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെ പെട്ടു. നമ്മൾ ആ അടി മാത്രമേ കണ്ടുള്ളൂ. അതിനു മുമ്പ് എത്ര അടി കൂടം കൊണ്ട് പാറയിൽ അടിച്ചു എന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് തന്നെയാണ് അമൃതാനന്ദമയി ദേവിയും ഈ ഉദാഹരണം പറയും. അപ്പോൾ എത്ര അടി അടിച്ചിട്ടാണ് പാറ കൃത്യമായിട്ട് രണ്ടായിട്ട് പിളർന്ന് കിട്ടിയത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ജന്മത്തിൽ ഒരു സാധന, ഒരു ഉപാസന കൊണ്ട് ഒന്നും കൈവരും എന്ന് കരുതി പോകരുതേ എന്നാണ്. അതാണല്ലോ നമ്മൾ തിരുജ്ഞാന സംബന്ധരുടെ കാര്യത്തിൽ കണ്ടത്. 3-ാമത്തെ വയസ്സിൽ വേദങ്ങളെല്ലാം പഠിച്ചു. 3-ാമത്തെ വയസ്സിൽ ജ്ഞാനപ്പാൽ, ജ്ഞാനാമൃതം സിദ്ധിച്ചു. 16 വയസ്സ് വരെ ജീവിച്ചുള്ളൂ.
ആ കാലയളവ് കൊണ്ട് കാണിച്ചതെല്ലാം അവിശ്വസനീയമായ അത്ഭുതങ്ങൾ. അതിൻ്റെ അവശേഷിപ്പുകൾ കൊണ്ട് തന്നെ ലോകത്തിന് ഇന്നും ഇത്രയധികം ധന്യത, പുണ്യം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ 1300 വർഷം മുൻപ് ഒരു ജീവൻ ഈ ഭൂമുഖത്ത് അവശേഷിപ്പിച്ചു പോയ ഊർജം, ആ ഊർജ നിക്ഷേപം, അനശ്വരമായ അക്ഷയമായ ഊർജത്തിൻ്റെ നിക്ഷേപം ഖനി, അതാണ് ഒരു കേന്ദ്രത്തിൽ നിന്നും അങ്ങനെ പല ദിശകളിലേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഊർജ പ്രസരണമാണ്, ഈ ജ്ഞാന പ്രസരണമാണ് അതിലേക്ക് എത്തിപ്പെടുന്ന യോഗ്യരായ ആത്മാക്കൾക്ക് ഏറ്റവും പ്രയോജനീഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തീവ്രപക്വൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ആ തീവ്രപക്വന്മാർക്ക്, മോക്ഷചിന്തയോടുകൂടി മുന്നോട്ട് പായുന്ന തീവ്രപക്വൻ്റെ ജീവബോധപ്പറ്റ്, ജീവൻ എന്നതിൽ, ജീവൻ്റെ കൂടാരമായ ശരീരം എന്നതിൽ, ആ ശരീരത്തെ പല പ്രകാരത്തിൽ പ്രലോഭിപ്പിച്ച് പോഷിപ്പിച്ച് നിലനിർത്തുന്ന ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങളിൽ കുടുങ്ങി അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ജീവബോധപ്പറ്റ്. ജീവബോധപ്പറ്റ് അത് പാടെ അകറ്റുവാൻ ഉതകുന്ന ഉപദേശങ്ങൾ. ജീവബോധപ്പറ്റ് പാടെ അകറ്റുന്ന, പൂർണ്ണമായും ഒഴിവാക്കി തരുന്ന സതുപദേശങ്ങൾ, ഉപദേശസാരം, അതാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുന്നത്, ഇതിൻ്റെ ഉള്ളടക്കം ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ്. അപ്പം ഈ ഉപദേശം, ഈ മാർഗം, ഗുരുപദേശം പരിപൂർണമായ വിശ്വാസത്തിൽ, ഭക്തിയിൽ, അതിനെയാണല്ലോ ശ്രദ്ധ എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ വാക്കിലും ശാസ്ത്രത്തിലും സംശയരഹിതമായ വിശ്വാസത്തെയാണല്ലോ ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധാപൂർവം, അതാണ് ഭഗവാനും പറഞ്ഞത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ജ്ഞാനം ആർക്കാണ് കിട്ടുന്നത്? ശ്രദ്ധാവാന് മാത്രം. എന്താണ് ആ ശ്രദ്ധ? ഇതാണ് ശ്രദ്ധ. ഗുരുവാക്യത്തിൽ, ശാസ്ത്രത്തിൽ. ശാസ്ത്രം എന്താണ്? ഗുരുക്കന്മാർ അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി തന്നിരിക്കുന്ന അറിവ്, അതുതന്നെയാണ് ശാസ്ത്രം. ജീവിതത്തിൽ പരീക്ഷിച്ച് നിരീക്ഷിച്ച് അവശേഷിപ്പിച്ചിട്ടുള്ള നിഗമനമാണ്. ആ നിഗമനത്തിന് വ്യത്യാസം വരികയില്ല. ഏതൊരാളിനും ഏത് കാലത്തും ഏത് വഴിയിൽ കൂടെ ചെന്നെത്തിയാലും വ്യത്യാസം വരാത്ത ആ നിഗമനം ശാസ്ത്രം, രഹസ്യം. അതിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ നിനക്ക് നീ കൈവരിക്കേണ്ടത് ഏതൊന്നാണോ അത് കൈവരിക്കാൻ സാധിക്കും, ഒരു സംശയവും വേണ്ട എന്നാണ് പറയുന്നത്. സമയമായോ? അപ്പോൾ ഇന്നത്തേക്ക് നമ്മളിവിടെ